ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ റൂം മേക്ക് ഓവർ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രെയിംസും പോളറോയിഡ്സൊക്കെ സെറ്റ് ചെയ്യാനും ഉണ്ട്. അപ്പം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ മേക്ക് ഓവർ ചെയ്യുമ്പോൾ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം പെട്ടെന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു ചേഞ്ച് വരുത്തണമെന്ന് തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ചേഞ്ച് വരുത്തിയതെന്ന് പറഞ്ഞാൽ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന എൻ്റെ ടേബിൾ ഉണ്ടല്ലോ, അതിൻ്റെ കോർണറിലായിട്ട് വേറൊരു ചെറിയൊരു ടേബിളും കൂടി സെറ്റ് ചെയ്ത് അതിലേക്ക് എൻ്റെ ഓർഗനൈസറും കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ ജസ്റ്റ് ചെറിയൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു, അപ്പം അതും കൂടി പ്ലേസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കോർണറിലായിട്ട് കുറച്ച് എന്താ പറയുക ഈസ്തെറ്റിക് ആയിട്ടുള്ള വാൾ ഡെക്കോസ്, അതായത് കുറച്ച് സ്റ്റിക്കേഴ്സും പോസിറ്റീവ് കോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അപ്പോൾ അങ്ങനെ ചെറിയൊരു മേക്ക് ഓവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ വീഡിയോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത് ഒരു A5 ഫ്രെയിം സെറ്റ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പോളറോയിഡ്സും കൂടി സെറ്റ് ചെയ്ത് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ A5 ഫ്രെയിം സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് 5 ഫോട്ടോ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 5 ഫോട്ടോസ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു ഫോട്ടോ കോളേജ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ അതിലൊരുപാട് ടെംപ്ലേറ്റ്സും ഫോട്ടോ കോളേജസും ഒക്കെ കാണാൻ പറ്റും. അപ്പം ഇതിൽ എനിക്ക് കുറച്ചുകൂടി 5 ഫോട്ടോസായിട്ട് വരുന്നത് കുറച്ച് വൃത്തിയുള്ളത് ഈ ഒരു ടെംപ്ലേറ്റായിട്ട് തോന്നി. അപ്പം അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ 5 ഫോട്ടോസ് കസ്റ്റമർ അയച്ചു തന്ന് 5 ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കോഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്പം അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തായിട്ട് ചെയ്യേണ്ടത് പ്രിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 250 GSM വരുന്ന ഗ്ലോസി ഷീറ്റാണ് കേട്ടോ. അപ്പം അതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രിൻ്റർ എന്ന് പറയുന്നത് ബ്രദറിൻ്റെ പ്രിൻ്ററാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇതാ പ്രിൻ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നോർമലി ക്യാൻവയിൽ സെറ്റ് ചെയ്യുന്നത് A4 ഡോക്യുമെൻറ്റിലാണ്, പക്ഷേ പ്രിൻ്റ് ചെയ്യുമ്പം A5 ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്രിൻ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു A4 ഷീറ്റിൽ A5 സൈസിൽ വരുന്ന പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പം അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഫ്രെയിമിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഒരു വുഡൻ തീമിൽ ചെയ്യണമെന്നാണ്. അപ്പം അതായത് വുഡൻ ഫ്രെയിം സെറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഫ്രെയിം ചൂസ് ചെയ്തത്. ഇനിയിപ്പം ഫോട്ടോ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒരു 5 ക്ലിപ്സൊക്കെ ഉണ്ടാവും. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ സ്കെയിൽ ഉണ്ടായിരുന്നു, അപ്പം അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഗ്ലാസ് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് ചെറിയ സാധാ നോർമൽ ഒരു ക്ലോത്ത് വെച്ചിട്ട്, കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ ബാക്ക് സൈഡായാലും ഫ്രണ്ട് സൈഡായാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡായിട്ട് ക്ലിപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ നോർമലി ബ്ലാക്ക് ടാപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പം അത് ഇപ്പോൾ കഴിയുന്നതുകൊണ്ട് വൈറ്റ് ടാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഷാസിയ ഡോട്ട് ഇൻ കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ
ഇത് A5 ഫ്രെയിം ഏകദേശം സെറ്റായിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കുറച്ച് പോളറോയിഡ്സും കൂടി പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പ്രിൻറ്റിങ്ങൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇനിയിപ്പം അത് കട്ട് ചെയ്തിട്ട് അതും കൂടി പാക്ക് ചെയ്യണം. അപ്പോൾ ഇതെനിക്ക് ഒരു 10 പോളറോയിഡ്സിൻ്റെ ഓർഡറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അതും കൂടി ജസ്റ്റ് കട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോളറോയിഡ്സ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പം അതിലെന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന പോളറോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഓഫറിലാണ് സെയിൽ ചെയ്യുന്നത്. 150 റുപ്പീസിന് 30 പോളറോയിഡായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അതും ഒരു ചെറിയൊരു ബോക്സിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ കുറച്ച് നമ്പേഴ്സൊക്കെ പോളറോയിഡ്സ് കിട്ടുമ്പം ഒന്നിൻ്റെ റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം 3 സൈസിലാണ് വരുന്നത്. ഒന്ന് മിനി പോളറോയിഡ്, പിന്നെ ഒരു മീഡിയം സൈസ്, പിന്നെ വരുന്നത് കുറച്ച് ലാർജ് സൈസ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പം മിനി പോളറോയിഡ് ആണെങ്കിൽ ഒന്നിന് 4 രൂപ വെച്ചിട്ടും, പിന്നെ കുറച്ച് ബിഗ് പോളറോയിഡ് ആണെങ്കിൽ ഒന്നിന് 8 രൂപ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ DM ചെയ്യും കേട്ടോ. അങ്ങനെ പോളറോയിഡ്സും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഫ്രെയിം പാക്ക് ചെയ്യാം. അപ്പം ഞാനിത് മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതുപോലുള്ള റാപ്പിംഗ് ഷീറ്റ്സ്. അപ്പം ഇതിൽ ഞാനൊന്ന് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഫ്രെയിം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് പോളറോയിഡ്സും കൂടി പാക്ക് ചെയ്യണം. അപ്പം ഇത് ജസ്റ്റ് ഒരു 10 പോളറോയിഡ്സ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതും ആ റാപ്പിംഗ് ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. അപ്പം ആ ഓഫറിൽ കൊടുക്കുന്ന മിനി പോളറോയിഡ്സ്, അതായത് 30 പോളറോയിഡ്സ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഞാൻ മിനി ബോക്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ 10ഉം 15 അങ്ങനെയൊക്കെ പോളറോയിഡ്സ് ഓർഡർ കിട്ടുന്ന ടൈം ഞാൻ ഇതുപോലെ തന്നെയാണ് റാപ്പിംഗ് ഷീറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കൽ. അപ്പോൾ ഇതാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നെക്സ്റ്റ് ആ പാക്ക് ചെയ്ത് ഷീറ്റിൻ്റെ മേലെയായിട്ട് എൻ്റെ ലോഗോ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മിനി പോക്കറ്റ് പ്രിൻ്റർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ലോഗോ പ്രിൻ്റ് ചെയ്ത് എടുക്കാറുള്ളത്. അപ്പം ജസ്റ്റ് അത് പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇതും കുറച്ച് പോളറോയിഡ്സും ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ ഇതും കൂടി ഇന്ന് ഡിസ്പാച്ച് ചെയ്യേണ്ടതുണ്ട്.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.